ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു 4 ടോപ്പിക്കാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ ഡേറ്റ വെയർ ഹൗസും ഡേറ്റ മാർട്ടും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 2 കാര്യം കൂടി ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡേറ്റ ലേക്ക്. ഡേറ്റ ലേക്ക് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. പേര് പോലെ തന്നെ കടൽ പോലെ അല്ലെങ്കിൽ കയൽ പോലെ കിടക്കുവാണ്. കുറേ ഡേറ്റാസ് നമ്മളതിൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അതിനെയാണ് ഡേറ്റ ലേക്ക് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡേറ്റ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഡേറ്റ വീഡിയോ ഫോർമാറ്റിൽ കിട്ടി, ഒരു ഡേറ്റ ഇമേജ് ആണ്, ഇമേജ് ഫോർമാറ്റിൽ കിട്ടി, ഒരെണ്ണം ഡോക്യുമെൻറ്റ്, ഒരെണ്ണം വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, PDF, അങ്ങനെ പല ഫോർമാറ്റിൽ ഡേറ്റാസ് നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്തു? ഡേറ്റ വെയർ ഹൗസിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം സ്ട്രക്ചർ ചെയ്തിട്ട് ഡേറ്റ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്തു അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഒരു പീസിന് ഡേറ്റ മാർട്ടെന്നും പഠിച്ചു അല്ലേ? ഇവിടെ ഡേറ്റ ലേക്കിലേക്ക് വരുമ്പോൾ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ കിട്ടുന്ന എല്ലാ ഡേറ്റയും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയനെയാണ് ഡേറ്റ ലേക്ക് എന്ന് പറയുന്നത്. എന്ത് ഫോർമാറ്റ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, JPG, MP4, ഏത് ഫോർമാറ്റ് ആണെങ്കിലും എല്ലാ ഡേറ്റ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്തൊരു സ്ഥലത്ത് വെക്കും. നമ്മളെല്ലാം ചെയ്യില്ലടാ, നമ്മളെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യാൻ ആവശ്യമുള്ളതിനെ നമ്മൾ പോയിട്ട് തപ്പിപ്പറക്കി എടുക്കും. ആ ഒരു രീതിയാണ് ഡേറ്റ ലേക്ക് എന്ന് പറയുന്നത്. എല്ലാ ഡേറ്റയും അതിനകത്ത് എന്തില്ല? റോ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടായിരിക്കും. അതായത് ഒരു പ്രോസസ്സും ചെയ്യാത്ത നമുക്ക് കിട്ടിയിരിക്കുന്ന റോ ഡേറ്റ ഉണ്ടായിരിക്കും. പ്രോസസ്ഡ് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ റോ അല്ല, ആ ഒരു ഫോർമാറ്റിലുള്ള ഡേറ്റ ഉണ്ടായിരിക്കും. സ്ട്രക്ചർ അല്ലാത്ത ഡേറ്റ ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടായിരിക്കും. എല്ലാ ടൈപ്പ് ഓഫ് ഡേറ്റാനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനാണ് എന്ത് പറയുന്നത്? ഡേറ്റ ലേക്ക് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കായൽ പോലെ അല്ലെ കടൽ പോലെ ഡേറ്റാസ് അവിടെ ഉണ്ടായിരിക്കും. ഒരുപാട് ഡേറ്റാസ് അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാ? ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇമെയിൽ, വീഡിയോ, സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഇമേജ്, ചാറ്റ് ലോഗ്, എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ആവശ്യം വരാം എന്ന് തോന്നുന്ന എല്ലാ കാര്യവും സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ഡേറ്റ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തിനാണ്? നമുക്കിനി ഓരോ പോയിന്റ് വൈസ് നോക്കാം. യൂസ്ഡ് വെൻ ഡേറ്റ കാനോട്ട് ഫിറ്റ് ഇൻ ടു സ്ട്രക്ചർഡ് ടേബിൾസ്. ചില കേസിൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നിനും അല്ല, നമുക്ക് നല്ലൊരു ടേബിൾ ഫോർമാറ്റിലാണ് നമ്മൾ ഡേറ്റ വെയർ ഹൗസ് പോകുന്നത്. ഈ ഫോർമാറ്റിലേക്ക് ആക്കാൻ പറ്റുന്നില്ല, സ്ട്രക്ചർ ചെയ്യാൻ പറ്റാത്ത ഡേറ്റാസിന് നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ ലേക്കിലേക്ക് വെക്കാം. അതൊരു റീസൺ ആണ്. അതേപോലെ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആസ് ഇൻ മെനി സോഴ്സസ്. പല സോഴ്സസിൽ നിന്ന് വന്നേക്കുന്ന ഡേറ്റാസ് അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നതിന് പകരം പ്രോപ്പർലി എടുത്ത് വെക്കുന്നതിന് പകരം ഡേറ്റ ലേക്കിലേക്ക് മാറ്റി വെക്കാം. എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ടൈമിൽ എടുക്കും. ഇതൊരു ബാക്കപ്പ് പോലെ എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഓക്കെ, നോട്ട് യൂസർ ഫ്രണ്ട്ലി. നമ്മളൊരു യൂസർ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചേ, നിങ്ങളൊരു സാധനം തപ്പുക, ഇതാ സാധനം, ഇവിടെ ഇങ്ങനെ ഒരുപാട് ഐറ്റം കിടപ്പുണ്ട്, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തപ്പിയെടുക്കണം. അത്ര എളുപ്പമുള്ള പരിപാടിയാണോ? അല്ല. അപ്പോൾ ഇതെന്തല്ല? യൂസർ ഫ്രണ്ട്ലി അല്ല. ഡേറ്റ വെയർ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ അസൈൻ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് 1 by 1 നോക്കാം. ഓ, എൻ്റെ സാധനം ഇവിടെ ഉണ്ട്, കിട്ടി, ആ രീതിയിലേക്ക് പോവാം. ഇവിടെ അത് പറ്റില്ല. ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അതേപോലെ ആയിരിക്കും അവിടെ ഡേറ്റാസ് ഉണ്ടാവുക. സോ യൂസർ ഫ്രണ്ട്ലി അല്ല. കൂടുതലും ഡേറ്റ സയൻറ്റിസ്റ്റിനും ഡേറ്റ മൈനിങ്ങും ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ ഡേറ്റ അങ്ങനെ എടുത്ത് വെക്കും. ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റാസ് വെച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരും. റോ ആയിട്ട് കിടക്കുന്ന കുറേ ഡേറ്റാസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഇങ്ങനൊരു കാര്യം ഈ ഡേറ്റയിൽ നമുക്ക് ഔട്ടായിട്ട് കിട്ടും. ആ രീതിയിൽ തപ്പിപ്പറക്കി ഓരോന്ന് കണ്ടുപിടിക്കില്ലേ? അതേപോലത്തെ ആളുകൾ ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇൻഫർമേഷൻസ് ആക്കി മാറ്റുന്നവരെയാണ് ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഡേറ്റ മൈനിങ് ഞാൻ പറഞ്ഞു, അത് നമ്മൾ പഠിക്കും, അതൊരു ടോപ്പിക്ക് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ SQL അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഡേറ്റാ ബേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം കൊണ്ടും എന്ത് ചെയ്തേക്കുവാണ്? ഡംപ് ചെയ്തേക്കുവാണ്. ഫിക്സഡ് സ്ട്രക്ചർ ഇല്ല, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും കൊണ്ട് നമുക്ക് വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതേ രീതിയിലാണ് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ഡേറ്റാസ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇനി എന്താ? സ്കീമ ഓൺ റീഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എഴുതിയാലേ നമുക്ക് വായിക്കാൻ പറ്റൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എഴുതി, പക്ഷെ അതൊരു സ്ട്രക്ചർ അല്ല, എന്തൊക്കെയോ എഴുതി കുത്തിക്കുറിച്ച് വെച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വായിക്കാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? അപ്പം ആദ്യം എന്താണ് എഴുതിയേക്കുന്നത് എന്നുള്ളത് നല്ല വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അത് വായിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നില്ല? സ്ട്രക്ചറോ കാര്യങ്ങളോ വല്ലതും ആക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെല്ലാം കൊണ്ടങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുക, സ്ട്രക്ചർ ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ റീഡ് ചെയ്തു അല്ലെ, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിനെ സ്ട്രക്ചർ ആക്കണം. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഇതിനൊരു ഫോർമാറ്റ് ആക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചർ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് സ്കീമ ഓൺ റീഡ് എന്ന് പറയുന്നത്. സ്കീമ ഓൺ റൈറ്റ് ആണെങ്കിൽ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അല്ലെ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളെ സ്ട്രക്ചറിലേക്ക് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുക. സ്കീമ ഓൺ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക സ്ട്രക്ചർ ആക്കിയിട്ട്. സ്കീമ ഓൺ റീഡ് എന്ന് പറയുമ്പോഴത്തേക്കും വെറുതെ കൊണ്ടിട്ടു, അതിനെ എടുത്ത് സ്ട്രക്ചർ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി
only when data is analyzed. നമുക്ക് ആവശ്യമുള്ള എപ്പോഴാണോ ആ ടൈമിലായിരിക്കും നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ട് ആ ഡേറ്റാസ് അനലൈസ് ചെയ്യുന്നത്. ആ രീതിക്കാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. നമ്മളെ ഈ ഒരു യൂണിറ്റിൽ ഒരൊറ്റ ടോപ്പിക് കൂടെ ഉണ്ട്. എന്താണ്? എന്റർപ്രൈസ് പെർഫോമൻസ് മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ ERM പഠിച്ചു. ERM അത് റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു. നമ്മളെ കയ്യിലുള്ള റിസോഴ്സിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത് ആസ് എ ഓൾ ബിസിനസ് അല്ലെങ്കിൽ എന്റർപ്രൈസ്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ പെർഫോമൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, നമ്മളെ കമ്പനിയിലുള്ളവർ നല്ല വൃത്തിക്കാണോ പെർഫോം ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ഇനി അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ പെർഫോമൻസ് ഇവാലുവേഷൻ സെക്ഷൻ സി പഠിച്ചവരാണ്. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ആസ് എ ബിസിനസ് ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യണം. അതാണ് എന്തിൽ പഠിക്കുന്നത്? EPM പഠിക്കുന്നത്. ഓക്കെ, EPM ഈസ് എ സിസ്റ്റം യൂസ്ഡ് ബൈ ഓർഗനൈസേഷൻ ടു മോണിറ്റർ, നോക്കുക എത്രത്തോളം നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അതേപോലെ മെഷർ ചെയ്യുക, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്വാണ്ടിഫൈ ചെയ്യണം. ആ രീതിയിലേക്ക് മെഷർ ചെയ്യുക, പിന്നെ മാനേജ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ പെർഫോമൻസിലെ പ്രശ്നങ്ങളെയൊക്കെ പ്രോപ്പർലി മാനേജ് ചെയ്ത് സോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. എന്നാലേ നമുക്ക് എന്ത് മീറ്റ് ചെയ്യാൻ പറ്റൂ? നമ്മൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അത് സക്സസ് ആയെന്ന് പറയാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ അല്ലേ? വിത്ത് ദർ സ്ട്രാറ്റജി ഗോൾസ്. നമ്മുടെ സ്ട്രാറ്റജി ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണോ അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രോപ്പർലി ചെയ്തിട്ടുണ്ടോ, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ EPM നോക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ EPM യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ആണ് KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എക്സാമ്പിൾ, നമ്മളെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു എംപ്ലോയി ഉണ്ട്. ഇയാൾ ഒരു മാസം 100 സെയിൽ അടിച്ചു. 100 സെയിൽ. ഇതാണ് നമ്മളെ കമ്പനിയിലെ ബെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മളെ KPI ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, KPI ആയിട്ട് സെറ്റ് വെച്ചേക്കുന്നത്. അപ്പം ആരാണോ അടുത്ത എംപ്ലോയീസ് വരുന്നത് ഇവരോടൊക്കെ പറയുന്നത് ഇത് ഹിറ്റ് ചെയ്യണം, ഇതിനെ തോപ്പിക്കണം, അല്ലെങ്കിൽ 101 അടിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇൻസെൻറ്റീവ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പഴയ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇവാലുവേറ്റ് ചെയ്യാൻ, അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിൽ താഴെയാണെങ്കിൽ മോശമെന്നല്ല, അതിന് മുകളിലാണ് പെർഫെക്റ്റ് സെറ്റാണ്. ആ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? KPI സെറ്റ് ചെയ്ത് വെക്കും. അതേപോലെ ബാലൻസ്ഡ് സ്കോർ കാർഡ് നമ്മൾ പഠിച്ചതാണ്. ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്താ? നമ്മൾ 4 പെർസ്പെക്റ്റീവിൽ നോക്കും. ആ പെർസ്പെക്റ്റീവ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഓരോന്നിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കും. ആ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ സോർട്ട് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ കമ്പനി റെഡി ആവും. ഇനി അതേപോലെ സ്ട്രാറ്റജി മാപ്പ് ഒന്നുമില്ല, നമ്മളെ സ്ട്രാറ്റജീസിൻ്റെ ഒരു മാപ്പ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോൾ കറന്റ് എവിടെ എത്തി നിൽക്കുവാണ്, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് എത്തേണ്ടത് ഇവിടെയാണ്, ഇവിടെ വെച്ചൊരു പ്രശ്നം വന്നു, എങ്ങനെ സോർട്ട് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ മാപ്പിൽ വഴി നോക്കില്ലേ, അതേപോലെ നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഏതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതൊക്കെ എങ്ങനെ സോർട്ട് ചെയ്യാം. ആ രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്നതിനാണ് സ്ട്രാറ്റജിക് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നോക്കുന്നത്? നമ്മളെ ആക്ച്വൽ പെർഫോമൻസും ടാർഗറ്റും, നമ്മൾ എന്താണോ പെർഫോം ചെയ്തത്, നമുക്ക് എന്താണോ ടാർഗറ്റ് വന്നത്, ഇത് തമ്മിൽ എന്ത് ചെയ്യും? ഡിഫറൻസ് നോക്കും. ഇതിന് നമുക്ക് വേണമെങ്കിൽ വേരിയൻസ് എന്ന് വിളിക്കാം. ആക്ച്വലും ബഡ്ജറ്റഡ് നോക്കുന്നു, അതേപോലെ നമ്മൾ വേരിയൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? പെർഫോമൻസ് എന്തെങ്കിലും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഒബ്ജക്റ്റീവ് പ്രോപ്പർലി അച്ചീവ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെർഫോമൻസ് നോക്കിയില്ല എങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തില്ല എന്ന് പറയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ആ ഒബ്ജക്റ്റീവ് വെച്ചിടത്തേക്ക് എത്തുന്നുണ്ടോ, എത്തുന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം, അത് സോർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ആ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താ? EPM സോഫ്റ്റ്വെയർസിന് അത് നമ്മൾ വേറെയും കുറേ സിസ്റ്റത്തിന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വേറെയും കുറേ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യും. എന്താ? AS അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം, ERP എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഡേറ്റ വെയർഹൗസ്. ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം ഒന്നിച്ചാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോപ്പർലി ബിസിനസ് പെർഫോമൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്റർപ്രൈസ് പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതെന്ത് ചെയ്യൂടാ? ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയർസിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ സിസ്റ്റത്തിൽ നിന്നും ഡേറ്റാസ് ഒക്കെ പ്രോപ്പർലി എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? റിപ്പോർട്ട്സ് പോലെ തരും. അതായത് നമ്മളെ പെർഫോമൻസ് എന്താണ്, ഇപ്പോൾ നമുക്ക് ഈ ഡേറ്റാസ് എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ പെർഫോമൻസ് എന്താണെന്നുള്ള രീതിയിൽ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് നമുക്ക് എടുക്കാം. അതേപോലെ KPI ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും KPI സെറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം നോക്കി ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇതാണ് ബെസ്റ്റ് പെർഫോമൻസ്, ഇതാണ് ഒരു ആവറേജ്, അപ്പോൾ ഇതൊരു KPI ആയിട്ട് സെറ്റ് ചെയ്യാം. ആ രീതിയിൽ KPI സെറ്റ് ചെയ്യാം. ഡാഷ്ബോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറന്റ് എന്ത് സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത്, നമ്മളെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അത് ഗ്രാഫായിട്ടും ഗ്രാഫിക്കലിയും അല്ലാതെ മറ്റുമൊക്കെ സിംപ്ലസ്റ്റ് ഫോമിൽ പ്രസന്റ് ചെയ്യുന്നതിനാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ലൈവിൽ ഒരു ഡാഷ്ബോർഡിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഓക്കെ, ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഈ ഡേറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഫോർകാസ്റ്റ് ചെയ്യാനും ബഡ്ജറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ കൺസോളിഡേഷൻ, പെട്ടെന്നൊരു കൺസോളിഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഈ ഡേറ്റാസ് യൂസ് ചെയ്യാം. ഇനി എന്താ, ERM ഹെൽപ്പ് മാനേജ്മെന്റ് മേക്ക് ഫാസ്റ്റർ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് ആൻഡ് ഇംപ്രൂവ് ഓവറോൾ പെർഫോമൻസ്. നമുക്ക് നല്ലൊരു ERM എന്ന് ഞാൻ പറഞ്ഞത് EPM ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ഡിസിഷൻസ് ഫാസ്റ്റർ ആക്കാൻ വേണ്ടി പറ്റും. ഡേറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഡേറ്റാസ് വെച്ചിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മൾ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പറ്റില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെർഫോമൻസ് നോക്കിക്കൊണ്ടിരിക്കുക, പ്രശ്നമാണ്, ഇംപ്രൂവ് ചെയ്യും, വീണ്ടും നോക്കും, ഇംപ്രൂവ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോർട്ട് ചെയ്ത് പോകും. സോ ഓവറോൾ ബിസിനസ് പെർഫോമൻസ് എന്താവും, ഇംപ്രൂവ് ആവും. അപ്പോൾ നമ്മൾ അടുത്ത യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെ ഇതിൽ പഠിച്ചത്, ഡേറ്റ വെയർഹൗസ് പഠിച്ചു, ഡേറ്റ മാർട്ട് പഠിച്ചു, ഡേറ്റ ലേക്ക് പഠിച്ചു, ഇപ്പം നമ്മൾ EPM പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത യൂണിറ്റിൽ ഡേറ്റ ഗവേണൻസ് പോലത്തെ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത യൂണിറ്റിൽ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.